നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം സർപ്പക്കാവുകൾ ഉള്ളത്? പഴമക്കാർ പറഞ്ഞു കേട്ട നാഗകോപവും സർപ്പദോഷവും വെറും വിശ്വാസങ്ങളായിരുന്നോ? അതോ അതിനു പിന്നിൽ ഒരു ശാസ്ത്രമുണ്ടായിരുന്നോ? ഐതിഹ്യം പറയുന്നു, പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ നാഗങ്ങൾക്ക് വേണ്ടി ഭൂമിയുടെ ഒരു ഭാഗം മാറ്റിവെച്ചു. ആരും നശിപ്പിക്കാതെ സംരക്ഷിച്ച ആ സ്ഥലങ്ങളാണ് പിന്നീട് സർപ്പക്കാവുകളായത്. കാലം കടന്നപ്പോൾ നാഗദൈവങ്ങളുടെ കോപത്തെക്കുറിച്ചുള്ള വിശ്വാസം ജനങ്ങളെ ഈ കാവുകൾ സംരക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. ഇന്ന് ശാസ്ത്രം പറയുന്നത് ഈ കാവുകൾ അപൂർവ സസ്യങ്ങളുടെയും ഔഷധ സമ്പത്തിൻ്റെയും ഭൂഗർഭ ജലത്തിൻ്റെയും സംരക്ഷണ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ്. നാഗകോപമെന്ന ഭയം കാടിനെ കാത്തു, കാട് വെള്ളത്തെ കാത്തു, വെള്ളം മനുഷ്യനെയും കാത്തു. എന്നാൽ വികസനത്തിൻ്റെ പേരിൽ പല സർപ്പക്കാവുകളും ഇല്ലാതായി. അതോടൊപ്പം പ്രകൃതിയുടെ വിലപ്പെട്ട സമ്പത്തുകളും നഷ്ടപ്പെട്ടു. നമ്മുടെ പൂർവികരുടെ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളായിരുന്നില്ല. പലപ്പോഴും ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ അവർ വിശ്വാസത്തിൻ്റെ ഭാഷയാണ് ഉപയോഗിച്ചത്. മനുഷ്യൻ ഒന്നിനെ സംരക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ അതിനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അതിനെ ഭയപ്പെടണം.